എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞൊരു ക്യാരറ്റ് കേക്കിൻ്റെ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ബനാന കേക്ക് ചെയ്യുമോയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പതുക്കെ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബനാന കേക്കാണ്. ബനാന കേക്ക് ബീറ്റർ ഇല്ലാതെയും നമുക്ക് ചെയ്യാം, ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന മോഡലാണ് കേട്ടോ. ഇനി ബീറ്റർ ഇല്ലാണ്ട് ചെയ്യുന്നത് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്കത് കാണിക്കാം. അപ്പോൾ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു ഒരു കുട്ടി, മുട്ട ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ അത് എന്താ പറയുക താഴ്ന്നു പോവോ എന്നുള്ളതിൽ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. മുട്ട ഓവർ ബീറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഓവർ ബീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരുവിധം സ്റ്റിഫ്നെസ് ആയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ആയിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലല്ലോ. മുട്ട അത്യാവശ്യം നല്ല സ്റ്റിഫായി തന്നെ കിട്ടണം. അപ്പോൾ ക്രീം ഓവർ ബീറ്റ് ആവുന്ന പോലെയുള്ള പ്രശ്നം മുട്ടയ്ക്ക് അങ്ങനെ വരില്ല. പിന്നെ മുട്ടയുടെ ആ ഒരു സ്മെല്ല് പോവാനും മുട്ട നന്നായി ബീറ്റ് ആവുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ കേക്കിൻ്റെ സ്പോഞ്ച് എത്ര ദിവസം പുറത്ത് വെക്കാം എന്നും ചോദിച്ചിരുന്നു. ഞാനിത് ഇതിലൂടെ വോയിസ് ആയിട്ട് മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ടൈപ്പ് ചെയ്ത് മറുപടി അയക്കാമെങ്കിൽ. അപ്പോൾ നമുക്കൊരു 2 ദിവസം വരെ വെക്കാം. അത് നന്നായിട്ട് എന്താ പറയുക, നന്നായി റാപ്പ് ചെയ്ത് നല്ല അടച്ചുറപ്പാക്കി വെക്കണം. 2ാമത്തെ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 2 ദിവസം ഫുള്ള് കഴിയുന്നത് വരെ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല. ഞാൻ 2ാമത്തെ ദിവസത്തേക്ക് ഉപയോഗിക്കുന്ന പോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത്ര വരെ ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെയും കൂടുതലായിട്ട് ഞാൻ വെച്ചിട്ടില്ല. എത്രയായാലും ഒരു ഫുഡ് ഐറ്റം അല്ലേ, ഒരുപാട് പുറത്ത് വെച്ച് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ഞാൻ ഉപയോഗിച്ചതിൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ. ഒരു 2ാമത്തെ ദിവസം ഉപയോഗിക്കുന്ന പോലെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് അതിൽ വന്നിരുന്നു. ഞാൻ ഈ വീഡിയോയിലായിട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് കയറ്റുന്നത് വരെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കഴിയും. അത് വേവാവാനായിട്ട് കുറച്ച് സമയം എടുക്കും, എന്നാലും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം. എപ്പോഴും പറയണ പോലെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. നമ്മളിപ്പോൾ ആദ്യം തന്നെ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ 7 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഹൈറ്റ് കുറവായിട്ടാണ് വേണ്ടത്, പരന്നിട്ട് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കേക്ക് ടിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 7 ഇഞ്ചിൻ്റെയാണ്. ഞാനിപ്പോൾ ഇതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത്തിരി ഓവർഫ്ലോ ആയിട്ടെങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തിരി പൊന്തിച്ച് വെച്ചിരിക്കുന്നത്. സൈഡിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. നമുക്ക് ഇതിൻ്റെ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ പൊടികൾ അരിച്ചെടുക്കാം. അപ്പോൾ 1.5 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. 1.5 കപ്പ് എന്ന് പറയുമ്പോൾ 1 കപ്പ് 250 ml കപ്പും പിന്നെ അതിൻ്റെ തന്നെ സെറ്റിൽ വരുന്ന 1/2 കപ്പും 125 ml കപ്പ്. ഈ കപ്പിന്റെ സെറ്റ് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഏത് കേക്ക് ഷോപ്പിൽ നിന്നും കിട്ടും. ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ, ഇതിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് പല കളറിൽ നമുക്ക് കപ്പ് കിട്ടും. അപ്പം അത് 250 ml തൊട്ടുള്ള കപ്പ് മേടിക്കുന്നതായിരിക്കും നല്ലത്. പരമാവധി ഒരുവിധം കേക്കിനൊക്കെ നമ്മൾ 1 kgക്കൊക്കെ 250 ml ആണ് ഉപയോഗിക്കുക. കപ്പിന്റെ അളവിനെ കുറിച്ച് ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആക്കിയത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ടത് 1.5 കപ്പ് മൈദ, ഇതിന്റെ 250 ml കപ്പും പിന്നെ 125 ml കപ്പ്. ഈ 2 കപ്പിൽ കൂടിയിട്ട് 1.5 കപ്പ്, ഈ 2 കപ്പിലും മൈദ, അപ്പൊ 1.5 ആയി കേട്ടാ. എപ്പോഴും പറയുന്ന പോലെ കുത്തി നിറയ്ക്കാണ്ട് കോരി നിറച്ച് വടിച്ചെടുക്കാം. നമുക്ക് അത് അരിച്ചു വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്രീം കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് റെഡിയാക്കുന്ന അത്രയ്ക്ക് നേരം വേണ്ട, ഇതിന് കുറച്ച് വേഗം ആവും കേട്ടോ. അത് നമുക്ക് പൊടിയൊക്കെ ആദ്യം അരിച്ചു വെച്ച് ശരിയാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും
ബേക്കിംഗ് സോഡയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും 1 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 5 ml വരും. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണ്. ടീസ്പൂണും ടേബിൾ സ്പൂണും തെറ്റരുത്. ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അളവിന്റെ പാത്രമാണിത്. അത് തെറ്റരുത് കേട്ടോ. ടീസ്പൂണും ടേബിൾ സ്പൂണും തെറ്റരുത്. ഇതിൽ രണ്ടും ഒരേ അളവാണ്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരേ അളവ് തന്നെ. അപ്പോൾ 1 സ്പൂണ് മറ്റേ മൈദ എടുത്തതുപോലെ തന്നെ കുത്തി നിറയ്ക്കാണ്ട് ജസ്റ്റ് ഒന്ന് വടിച്ചെടുക്കുക. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണ്ട കേട്ടോ. അതൊന്ന് നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിച്ചാൽ മതി. ഇനി 1 നുള്ള് ഉപ്പ് 1 നുള്ള് കേട്ടോ. നമുക്കിത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിത് 1 പ്രാവശ്യം അരിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണുള്ളൂ കേട്ടോ. 3 പ്രാവശ്യം അരിക്കേണ്ടവർക്ക് 3 പ്രാവശ്യം അരിക്കാം. അല്ലെങ്കിൽ 1 തവണ അരിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതിന്റെ ബീറ്റിങ്ങിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മളിത് ബനാന കേക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് പഴം. ഞാനിവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പഴം നമ്മൾ ഇത്തിരി പഴുപ്പ് കൂടിയ പഴം തന്നെ എടുക്കുക. എന്ന് വെച്ചിട്ട് വല്ലാതെ തൊലി കറുത്തല്ല. നേന്ത്രപ്പഴം ഒരിത്തിരിയൊക്കെ തൊലി കറുത്താലും ഉള്ളിൽ നല്ല ഫ്രഷ് തന്നെ ആയിരിക്കും. പക്ഷെ ഇത്തിരി നന്നായി പഴുക്കുമ്പോഴാണ് നമുക്കത് ഉടച്ച് ചേർക്കാനും അതുപോലെ മധുരമൊക്കെ നല്ല മുന്നിൽ നിൽക്കാനൊക്കെ. അതുകൊണ്ടാണ് ഇത്തിരി പഴുപ്പ് കൂടി പഴം എടുക്കണത് കേട്ടോ. ഞാനിത് റോബസ്റ്റ് വെച്ചും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് പഴം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ചെയ്തതിൽ നേന്ത്രപ്പഴം വെച്ച് ചെയ്തതാണ് എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. റോബസ്റ്റ് വെച്ചിട്ടും ചെറുപഴം വെച്ചിട്ടും ഒക്കെ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ഒരു കുത്ത് പെട്ടെന്ന് എടുത്ത് കാണിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റ് വെച്ച് ചെയ്യുന്നത്. 3 പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ബ്രൗൺ ഷുഗർ വേണം. ബ്രൗൺ ഷുഗർ ഒരു 1/2 കപ്പ്. അത് ഒരിത്തിരി കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബ്രൗൺ ഷുഗറിന്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് ചേർക്കുകയും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ചെയ്യണില്ല. ബ്രൗൺ ഷുഗറും നമ്മുടെ സാധാരണ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പഴം ഒന്ന് ഉടച്ചെടുക്കാം. സ്മാഷർ വെച്ചിട്ട് സ്മാഷ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് നന്നായി ഉടച്ചിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ മുഴുവനോടൊക്കെ എടുക്കുമ്പോഴേ ബീറ്റിംഗ് ആവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്കിതൊന്ന് ഉടച്ച് ചേർക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്യാം. നമ്മൾ പഴം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട, ഒരു അത്യാവശ്യം സൈസുള്ള 2 മുട്ട കേട്ടോ. വളരെ ചെറിയ മുട്ടയാവണ്ട, ഇത്തിരി വലിപ്പമുള്ള മുട്ട തന്നെ ആയിക്കോട്ടെ. 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കുക. നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇതിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കേക്ക് വേവിക്കാനുള്ള പാത്രം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ക്രീം കേക്കിൽ നമ്മൾ പകുതി ബീറ്റിംഗ് ചെയ്ത് പകുതി ആയതിനു ശേഷമല്ലേ ഗ്യാസിൽ വെച്ചത്. ഇതിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗ്യാസിൽ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന് അത്രയും സമയം, മറ്റേ കേക്കിന്റെ അത്രയും സമയം ഇതിന് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഗ്യാസിൽ വെക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ബീറ്റ് ചെയ്യാൻ അവിടെ തുടങ്ങിയിട്ടില്ല. നമുക്ക് പാത്രം ഗ്യാസ് സ്റ്റവ് ഇടുന്ന വെക്കാം കേട്ടോ. മറ്റേ കേക്ക് വേവിക്കാൻ വെക്കുന്നത് പോലെ തന്നെ നമ്മൾ മീഡിയത്തിലാണ് വെക്കുന്നത്. വലിയ ബർണറിൽ മീഡിയത്തിൽ വെക്കുന്നു കേട്ടോ. നമ്മൾ ഉള്ളിലൊരു റിങ് വെച്ചിട്ടുണ്ട്. ആ മറ്റുള്ള കേക്ക് വേവിക്കുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ. നല്ല അടച്ചുറപ്പുള്ള ഒരു മൂടി വെക്കുക. ഇത്തിരി അടികട്ടിയുള്ള പാത്രമായിരിക്കണം.
ഇപ്പുറത്തെ ഗ്യാസ് സ്റ്റവിൽ ഞാൻ കുറച്ച് പാല് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കേക്കിലേക്ക് ആവശ്യമുള്ള പാലാണ്. അപ്പൊ അതൊന്ന് നേരത്തെ ചൂടാക്കി വെച്ചെന്നുള്ളൂ. അളവൊക്കെ ഞാൻ പാലെടുക്കുന്ന സമയത്ത് പറയാം കേട്ടോ. ഞാനിത് ഷുഗർ എടുക്കുന്നത് ഒന്ന് കാണിക്കാം. നമ്മളിത് 1 കപ്പ് 250 ml കപ്പില് 2 പഞ്ചസാരയും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അതായത് ഒരു അരഭാഗത്തോളം ബ്രൗൺ ഷുഗറും ബാക്കിയുള്ള അരഭാഗം നമ്മുടെ സാധാരണ പഞ്ചസാരയും. ഇതിപ്പോ കൃത്യം അരഭാഗം തന്നെ ആയോ എന്നൊന്നും നോക്കണ്ട. ഒരു ഇത്തിരി അങ്ങോട്ട് ഇങ്ങോട്ട് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പിൽ തന്നെ എടുക്കുന്നത്. മൊത്തം 1 കപ്പ്. ഞാൻ കുറെ കപ്പായിട്ട് ഇനി അളവ് ഇതാവണ്ട വെച്ചിട്ടാണ് ഞാൻ 1 കപ്പിൽ തന്നെ എടുക്കണം കേട്ടോ. നമ്മുടെ 250 ml കപ്പില് പകുതി ബ്രൗൺ ഷുഗറും പകുതി സാധാരണ പഞ്ചസാരയും കേട്ടോ. ഇനി മധുരമൊക്കെ കൂടുതൽ വേണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് കൂട്ടാം. ഇതിപ്പോ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മധുരം ഇതിനുണ്ടാവും. എന്നാലും ചിലവർക്ക് ഉണ്ടാവുമല്ലോ ഇത്തിരിയും കൂടി കൂടുതലായിക്കോട്ടെ എന്നൊക്കെ ഉണ്ടെങ്കിൽ മധുരത്തിന്റെ അളവ് കുറച്ച് കൂട്ടാം. ഞാൻ പറഞ്ഞല്ലോ ഇത് ഷുഗർ കാരമൽ ചെയ്തിട്ട് നമ്മൾ ക്യാരറ്റ് കേക്കിന്റെ റെസിപ്പിയിൽ കാരമൽ ചെയ്യുന്നതിന്റെ ഒരു ക്ലിപ്പ് ഉണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. കുറച്ചും കൂടി കളർ കൂടുതൽ കിട്ടുന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോ അത്യാവശ്യത്തിന് മധുരത്തിൽ ഉണ്ടാവും. 1 കപ്പ് പഞ്ചസാര കേട്ടോ. രണ്ടും കൂടെ 1 കപ്പ്. ഇപ്പൊ ബീറ്റ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീറ്റിംഗ് തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഷുഗർ പലപ്പോഴായിട്ട് ഇട്ട് കൊടുക്കുക. ഒറ്റ ട്രിപ്പിനെ ഇടാണ്ട് പലപ്പോഴായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് 1/4 കപ്പ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ചൂടില്ലാണ്ട് ചേർക്കണം എന്ന് മാത്രം. അപ്പത്തെ നമ്മൾ ബീറ്റിംഗ് നിർത്തിയതിന്റെ ആ ഒരു സ്റ്റേജ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു കേട്ടോ. അതെ, നമ്മൾ സാധാരണ കാണിക്കാറുള്ള പോലെ തന്നെ. ഇനി നമ്മൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതൊഴിച്ചിട്ട് അധികം നേരം ബീറ്റ് ചെയ്യണ്ട. ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ഒരു 30 സെക്കൻഡും വേണമെന്നില്ല. ജസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ആവേ വേണ്ടു കേട്ടോ. ഇപ്പൊ നമ്മുടെ ബീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി 2 or 3 തവണയായിട്ട് ഇട്ടിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറച്ച് സ്ലോവിൽ മിക്സ് ചെയ്യാം. ഇത് ഇത്തിരി മറ്റേ കേക്കിന്റെ അത്ര സ്ലോ ആവണമെന്നില്ല, ഒരിത്തിരി ഫാസ്റ്റിലായാലും കുഴപ്പമില്ല. എന്ന് വെച്ചിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത് കേട്ടോ. കേക്കിന്റെ ഓരോ സ്റ്റെപ്പും നമ്മൾ ഒരിത്തിരി ക്ഷമിച്ച് തന്നെ ചെയ്താൽ നമുക്ക് റിസൾട്ട് അതുപോലെ നല്ലതായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒറ്റ കേക്കും ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തോ എന്ന് പറയില്ല. പക്ഷെ വിസ്ക് വെച്ച് ചെയ്യുന്ന ചില മോഡൽ കേക്കുകളുണ്ട്, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് സ്ലോവിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ 1/2 കപ്പ് പാല്, ഒരു ഇളം ചൂടുള്ള പാല്, ഒരു 1/2 കപ്പ് 125 ml കപ്പിൽ 1/2 കപ്പ് പാല്, അത് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിങ്ങിന് വേണ്ടിയിട്ടേ ഞാൻ ഈ സ്പാച്ചിൽ തന്നെ എടുക്കാൻ പറയും. കാരണം ഇതിന്റെ തുമ്പ് ഫ്ലെക്സിബിളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കട്ട ഉടഞ്ഞ് നമുക്ക് അടിയിൽ നിന്ന് തൊട്ടിങ്ങനെ കട്ട ഉടച്ചെടുക്കാൻ പറ്റും. തടിത്തവിയൊക്കെ ഉപയോഗിച്ച് ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ അതിനേക്കാളൊക്കെ കേക്ക് മിക്സ് ചെയ്യുമ്പോൾ
ഈ സ്പാക്സിൽ ഉപയോഗിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ആ ഒരു തുമ്പിൻ്റെ ഒരു സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ ആ കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടാനായിട്ട് അത് സഹായിക്കും. അതുകൊണ്ടാണ് ഇതിന് വലിയ റേറ്റ് ഒന്നും വരില്ല, ഒരു 100 രൂപയ്ക്ക് വരുന്നുള്ളൂ. അപ്പം അതൊരെണ്ണം വാങ്ങിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ആദ്യമായിട്ടൊരു കേക്ക് ഉണ്ടാക്കാൻ ഇതൊക്കെ വേണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടാ. ഫസ്റ്റ് ടൈമിന് ഒരു കേക്കിന് വേണ്ടിയിട്ട് ഇതെല്ലാം മേടിക്കണം എന്ന് പറയില്ല. എന്നാലും ഇതൊക്കെ ഒരു സൗകര്യപ്രദമായിട്ട് നമ്മൾ ഓരോരോ ഉണ്ടാക്കി നന്നായി വരുമ്പോൾ പതുക്കെ ഓരോന്ന് കൂട്ടി മേടിക്കുക. അപ്പൊ നമുക്കൊന്നും കൂടെ നന്നാക്കി കൊണ്ടുവരാൻ പറ്റും. ഈ കേക്കിന്റെ കുറെ ടൂൾസുകൾ ഉണ്ട്, കുറെ അങ്ങനെ ഓരോരോ സാധനങ്ങൾ, അതിനൊക്കെ ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടാ. അതുകൊണ്ട് നമുക്ക് ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ പതുക്കെ മേടിക്കുക. നമ്മുടെ വീട്ടിലേക്ക് ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ തിരക്കൂട്ടി മേടിക്കാനല്ല ഞാൻ പറയണേ. ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ ഓരോന്ന് മേടിച്ച് ചെയ്ത് നോക്കുക. അപ്പം മനസ്സിലാവും അതിൻ്റെ ഒരു മാറ്റം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ സ്പാച്ചില വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ അതിനേക്കാളും നല്ല എളുപ്പമാണ്, സുഖമാണ്, ഇത് മിക്സ് ചെയ്യാൻ സുഖമാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. ഇതേ നമ്മുടെ പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. അപ്പൊ ഇതിന്റെ ഈ ബാറ്റർ കണ്ടോ, കുറച്ച് തിക്നെസ് ആയിട്ടിരിക്കുന്നത് ഇതുപോലെ വരണം കേട്ടോ. നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് പതുക്കെ ടാപ്പ് ചെയ്യുക. അധികം കാര്യമായിട്ട് വേണ്ട, ഒന്ന് പതുക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു അലങ്കാരത്തിന് കുറച്ച് ചോക്കോ ചിപ്സ് ഇതിൻ്റെ മേലെ ഇടുന്നുണ്ട് കേട്ടോ. ചോക്കോ ചിപ്സ് ഇട്ടതിന് ശേഷം ടാപ്പ് ചെയ്യണ്ട. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചോക്കോ ചിപ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ബനാന കേക്ക് ചെയ്യാതിരിക്കരുത്. ഇത് ഞാൻ വെറുതെ വീഡിയോയിലൊക്കെ ഒരു ഭംഗിയിൽ കേക്ക് ഇരുന്നോട്ടെ വെച്ചിട്ട് ചെയ്യണത് മാത്രമാണ്. ഒരു നിർബന്ധവും ഇല്ല ഇത് ഇടണമെന്ന് കേട്ടാ. നമ്മളിവിടെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടമായത് കൊണ്ടും കാണാനൊരു ലുക്കിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇടുന്നതാണ്. ഇല്ലാത്തവർ ഇടണ്ട. അപ്പോൾ നമുക്കിനി അധികം വൈകാണ്ട് തന്നെ ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മളിത് വെക്കാൻ പോവാണ്. കറക്റ്റായിട്ടൊക്കെ മൂടി വെക്കാട്ടോ. ഇനിയിത് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. 45 മിനിറ്റ് വരെ എന്തായാലും തുറക്കണ്ട. അതിനുള്ളിൽ നമുക്ക് ചിലപ്പോൾ കേക്കിന്റെ സ്മെല്ലൊക്കെ വന്നു വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല, സ്മെല്ലൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചിട്ട് അത് എടുക്കരുത്. നമ്മളൊന്ന് കുത്തി നോക്കുക, എപ്പോഴും ചെയ്യുന്ന പോലെ കുത്തി നോക്കുക. അത് നീറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. 40-45 മിനിറ്റ് എന്തായാലും വേണം. ഒരു 50 മിനിറ്റ് ഇഷ്ടം പോലെ വേണം. എന്നാലും ഞാൻ പിന്നെ ഒന്ന് തുറന്നു നോക്കണം എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ നമുക്കിനി തുറന്നു നോക്കാം. ഞാൻ ഒരു വട്ടം നോക്കി ഒരു 50-55 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ പഴമൊക്കെ ചേർത്ത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ അല്ലേ, എന്തായാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളൊന്ന് ഒരു 45 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മാത്രം തുറന്നാൽ മതി. അപ്പോൾ നമ്മളൊന്ന് കുത്തി നോക്കാം. സെന്ററിൽ തന്നെ കുത്തിക്കോളൂ കേട്ടോ. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓഫാക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ വളരെ നന്നായി കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ചൂടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറിയിട്ട് മാത്രം ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് ശരിക്ക് അടുത്ത ദിവസത്തേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റിലൊക്കെ ഇത്തിരി മാറ്റം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ക്യാരറ്റ് കേക്ക് ആയാലും ഇങ്ങനത്തെ കേക്കുകളൊക്കെ നമ്മൾ അന്ന് തന്നെ ഉപയോഗിക്കുന്നതിനേക്കാളും പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നന്നായിരിക്കുക. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ. നല്ലോണം ചൂടാറിയിട്ട് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനിപ്പോൾ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇങ്ങനെ
ചൂടാറുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒന്ന് ഒതുങ്ങി പോകും. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കേണ്ട കാര്യമില്ല. ഞാനിത് ടിന്ന് കുറച്ച് ചെറുതല്ലെന്ന് കരുതി വെച്ചതാണ്. 1 ഇഞ്ചിൻ്റെയിലായാലും ബട്ടർ പേപ്പർ സൈഡിൽ വെച്ചില്ലേലും ഈ അളവിന് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അങ്ങോട്ട് ഓവർഫ്ലോ ആയിട്ട് വരില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് ഒതുങ്ങി പോകും. പക്ഷെ എടുക്കാൻ സുഖമാണ്. അന്നേരം ബട്ടർ പേപ്പറിൻ്റെ ആവശ്യം സൈഡിൽ ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. കേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തന്നെ മുറിച്ച് നോക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ സോഫ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കാണുന്നത് വിചാരിക്കുന്നു. അപ്പം ഞാനൊരു ചെറിയൊരു കഷ്ണം ഞാൻ കഴിച്ച് നോക്കട്ടെ. ഞാൻ തന്നെ കഴിച്ചിട്ട് ഓവർ എക്സ്പ്രഷൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയാനായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. സോഫ്റ്റൊക്കെ ഉണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്, അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇതിനും വിട്ട് ചിലവർക്ക് മധുരം കുറച്ച് കൂടുതൽ നിൽക്കുന്നതായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ എടുക്കുന്ന ഷുഗർ ഒരു 1/4 കപ്പും കൂടി കൂടുതൽ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ട്, കണ്ടോ, പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും, ഞങ്ങൾ ഇതിന് മുന്നേ ഒരു വട്ടം ട്രൈ ചെയ്തിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ നിങ്ങൾ തന്നെ ഒരു തവണ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ബീറ്റർ ഇല്ലാതെ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ബീറ്റർ ഇല്ലാണ്ട് ചെയ്യണത് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി, മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ബീറ്റർ ഇല്ലാത്ത മോഡൽ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതല്ല ബീറ്റർ കയ്യിലുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായില്ലേ ചെയ്യാൻ. അപ്പോൾ 2 മെത്തേഡിൽ നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാം, വലിയ കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.